നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം അഭിമാനമായ ലാലേട്ടൻ കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ തരംഗമാകുന്ന ഒരു കാഴ്ചയാണല്ലോ നാം കാണുന്നത്. നേരത്തെ പല ഘട്ടത്തിൽ താടി വടിക്കൂ, താടിയിൽ മാറ്റം വരുത്തൂ എന്നൊക്കെ പറഞ്ഞ അതേ ലാലേട്ടൻ താടിയിൽ മാറ്റം വരുത്തിയപ്പോൾ എങ്ങും സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോഴത്തെ എമ്പുരാൻ്റെ അവസാനത്തെ കാസ്റ്റായിട്ട്, ഒന്നാമത്തെ കാസ്റ്റായിട്ട് ലാലേട്ടൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നതോടെ വീണ്ടും നമ്മുടെ വിമർശകരുടെ വായടപ്പിക്കാനായിട്ട് ലാലേട്ടനും പൃഥ്വിരാജിനും കഴിഞ്ഞിരിക്കുകയാണ്. ലൂസിഫറിനെ മൾട്ടി സ്റ്റാർ ആക്കാനായിട്ട് ശ്രമം നടത്തിയതുപോലെ തന്നെ എമ്പുരാൻ എന്ന സിനിമയും മൾട്ടി സ്റ്റാർ ആക്കാനായിട്ട് നല്ല രീതിയിൽ ശ്രമം നടത്തുന്നുണ്ട് ലാലേട്ടൻ്റെ വിമർശകർ, അതല്ലെങ്കിൽ പ്രമുഖ നടൻ്റെ ആരാധകരെന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. എന്നാൽ പൃഥ്വിരാജ് അവർക്കെല്ലാം തന്നെ തിരിച്ച് അതുപോലെ തന്നെ മറുപടി കൊടുക്കുന്ന കാഴ്ചയാണ് പലപ്പോഴായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൈറ്റിൽ വന്നപ്പോഴാകട്ടെ അവിടെ ലാലേട്ടൻ, ഫസ്റ്റ് ലുക്ക് വന്നപ്പോഴാകട്ടെ അവിടെ ലാലേട്ടൻ പോസ്റ്റർ, അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങുന്നതാകട്ടെ ലാലേട്ടൻ. അതുപോലെ തന്നെ സകല പ്രൊമോഷൻസിലും ലാലേട്ടനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷൻസ് പോലും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഒപ്പം ഇന്ന് വന്ന ക്യാരക്ടർ പോസ്റ്റർ ആകട്ടെ ലാലേട്ടനെ ഒന്നാമത്തെ പോസ്റ്ററായിട്ടാണ്, ഒന്നാമത്തെ കാസ്റ്റായിട്ടാണ് ഇതിനോടകം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രവുമല്ല, സിനിമയിലെ നായകൻ്റെ പോസ്റ്റർ വരുന്നതിന് മുന്നേ തന്നെ ബിൽഡപ്പ് നൽകുന്ന പൃഥ്വിരാജിനെ പോലും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ വിമർശകർ എന്ത് പറഞ്ഞാലും അവർക്കുള്ള മറുപടി യഥാസമയം പൃഥ്വിരാജും അണിയറ പ്രവർത്തകരും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മെഗാസ്റ്റാറിനെ കൂടി എങ്ങനെയെങ്കിലും എമ്പുരാൻ്റെ കാസ്റ്റ് ലിസ്റ്റിൽ ചേർക്കാനുള്ള ശ്രമം ടീസർ ഇറങ്ങിയതിന് ശേഷം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടീസർ ക്വാളിറ്റി എല്ലാം തന്നെ കണ്ട് ഇതൊരു വലിയ സംഭവമായി മാറുമെന്ന് ഉറപ്പിച്ചത് കൊണ്ടാണോ എന്നത് അറിയില്ല. ഒരു സമയത്ത് പൃഥ്വിരാജിൻ്റെ വാപ്പ കഥാപാത്രം, അതായത് മസൂദ് എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിക്കുമെന്ന രീതിയിൽ ആരൊക്കെയോ സോഷ്യൽ മീഡിയയിൽ റൂമേഴ്സ് പരത്തി. മസൂദിന്റെ പോസ്റ്റർ വന്നതിന് ശേഷം ആകട്ടെ ഖുറേഷിയായിട്ട് മമ്മൂട്ടി എത്തുന്നു, അബ്രാം ഒരാള്, ഖുറേഷി വേറൊരാൾ എന്ന രീതിയിലുള്ള റൂമേഴ്സും പരത്തി. അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള മറുപടി ഇന്ന് വീണ്ടും പൃഥ്വിരാജ് നൽകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ഒരൊറ്റ പോസ്റ്ററിൽ സ്റ്റീഫൻ നെടുമ്പള്ളി, ഒപ്പം തന്നെ ഖുറേഷ് അബ്രാം ആരാണെന്നൊക്കെ ഇതിനോടകം തന്നെ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ എന്ത് പറഞ്ഞാലും അതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്ന ഒരു ആരാധക വൃന്ദമായിട്ട് മമ്മൂട്ടി ആരാധകർ മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. എന്തായാലും മമ്മൂട്ടി ആരാധകർ അങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുമ്പോൾ ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് പ്രകാരം എമ്പുരാനിൽ ഒരു വോയിസ് ഓവറിനായിട്ട് മെഗാസ്റ്റാർ എത്തിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ആഹ്ലാദിക്കൂ ആരാധകരെ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇതിനിടയിൽ എമ്പുരാന്റെ ആ ഒരു പോസ്റ്റർ എല്ലാം തന്നെ തരംഗമായത് കൊണ്ടാണോ എന്നറിയില്ല. അതിനുശേഷം നമ്മുടെ ചാനലിൽ വന്ന ഒരു വീഡിയോ അപ്ഡേറ്റ് ആയിരുന്നല്ലോ, മലൈക്കോട്ടെ വാലിബൻ നഷ്ടമല്ല എന്ന സിനിമയുടെ നിർമ്മാതാവ് പറഞ്ഞത്. ആ ഒരു വീഡിയോ പോലും ഇതിനോടകം തന്നെ പ്രമുഖ നടന്റെ ആരാധകരെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ പറയുന്നത് എന്തിനു വിശ്വസിക്കണം? വാലിബൻ നിർമ്മാതാവിനെ കുത്തുപാട് എടുപ്പിച്ച സിനിമയാണ്. വാലിബൻ പ്രൊഡ്യൂസർ നിലവിൽ ഫീൽഡ് ഔട്ടിന്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ വാലിബൻ പരാജയമാണെന്നൊക്കെ സമർത്ഥിക്കുന്ന പ്രമുഖ നടന്റെ ആരാധകരാണ് കാണാനായിട്ട് കഴിഞ്ഞത്. ഒരു സിനിമയുടെ നിർമ്മാതാവ് ആ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം, ഒരു വർഷത്തിന് ശേഷം തനിക്ക് ആ സിനിമ നഷ്ടം വരുത്തിയിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഈ പ്രമുഖ നടന്റെ ആരാധകരുടെ പ്രശ്നം എന്താണ് നമുക്ക് മനസ്സിലാവാത്തത്? ലാലേട്ടന്റെ മോശം സമയമാണ് എന്ന് വിമർശകർ പറയുന്ന ഇതേ സമയം തന്നെ വാലിബൻ എല്ലാം തന്നെ നിർമ്മാതാവിന് ബിസിനസ് ഉൾപ്പെടെ ലാഭം നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാലേട്ടന്റെ പവർ ഏത് ലെവലാണ് എന്ന് നമ്മുടെ വിമർശകർക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക്.